KSRTC ബിസിനസ് ക്ലാസ് ബസ്സുകൾ ഒരു വർഷമായിട്ടും സർവീസില്ല. വന്ദേ ഭാരത് ട്രെയിനിനെ വെല്ലുന്ന സൗകര്യങ്ങളും എയർ ഹോസ്റ്റസ് മാതൃകയിൽ ബസ് ഹോസ്റ്റസും ഒക്കെ ഉണ്ടാകുമെന്ന് പ്രഖ്യാപിച്ച വാഹനങ്ങളാണ് കട്ടപ്പുറത്തായത്. കോടികൾ മുടക്കി വാങ്ങിയ ബസ്സുകൾ നികുതി സംബന്ധിച്ച തർക്കം മൂലം പാപ്പനക്കോട്ടെ സെൻട്രൽ വർക്ക്ഷോപ്പിലാണ്. ഗണേഷ് കുമാർ ഗതാഗത മന്ത്രിയായിരിക്കെയാണ് 4 കോടി രൂപ ചെലവിട്ട് ബിസിനസ് ക്ലാസ് ബസ്സുകൾ വാങ്ങിയത്. വന്ദേ ഭാരതിനെ വെല്ലുവിളിക്കുന്ന ആഡംബര സൗകര്യങ്ങൾ, യാത്രക്കാരുടെ സേവനത്തിന് എയർ ഹോസ്റ്റസ് മാതൃകയിൽ സൗകര്യങ്ങൾ, ഭക്ഷണത്തിന് പാൻട്രി, വ്യക്തിഗത TV, ടോയ്ലറ്റ്, വൈഫൈ, ആഡംബര സീറ്റുകൾ തുടങ്ങിയ വിപുലമായ സൗകര്യങ്ങളാണ് ബിസിനസ് ക്ലാസ് ബസ്സുകളിൽ ഉള്ളത്. രാവിലെ വന്ദേ ഭാരതിന് പിന്നാലെ തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലേക്കും അതേസമയം കൊച്ചിയിൽ നിന്ന് തിരിച്ചുമാണ് സർവീസ് ആരംഭിച്ചത്. എന്നാൽ തിരുവനന്തപുരം പാപ്പനംകോട്ടെ സെൻട്രൽ വർക്ക്ഷോപ്പിൽ വിശ്രമത്തിലാണ് ഈ 2 ബസ്സുകളും. നികുതി സംബന്ധിച്ച തർക്കങ്ങളാണ് ബസ്സുകൾ നിർത്തിയിടാൻ കാരണമായത്. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് KSRTC ബസ്സുകൾക്ക് നികുതി ഇളവ് നൽകി ഗതാഗത വകുപ്പ് സെക്രട്ടറി ഉത്തരവിറക്കിയിരുന്നു. ഗതാഗത വകുപ്പിന്റെ അനുമതി ഇല്ലാതെയായിരുന്നു നടപടി. 6 വർഷത്തേക്കായിരുന്നു നികുതി ഇളവിന്റെ കാലാവധി. കഴിഞ്ഞ മാർച്ചിൽ കാലാവധി കഴിഞ്ഞപ്പോൾ ഇത് പുതുക്കാൻ ഫയൽ ധനവകുപ്പിലെത്തി. ഇളവ് നൽകിയത് ഞങ്ങളോട് ആലോചിച്ചല്ല എന്ന് പറഞ്ഞ് ധനകാര്യ വകുപ്പ്. തർക്കം ബിസിനസ് ക്ലാസ് ബസ്സുകളുടെ യാത്രയെ മുടക്കി. ഫയൽ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണ്. 1 വർഷത്തിലേറെയായി ബസ്സുകൾ വെറുതെ കിടക്കുന്നു. തർക്കമെല്ലാം തീർന്ന് ഓണക്കാലത്തെങ്കിലും റോഡിലിറക്കാമെന്ന പ്രതീക്ഷയിലാണ് KSRTC.